FCRA നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആളുകളുണ്ട്. അവരോട് ചോദിക്കണം എന്ത് കാരണത്താലാണ് നഷ്ടപ്പെട്ടത്. പുതുതലമുറ വോട്ടർമാർ കൂട്ടത്തോടെ വോട്ട് ചെയ്തതാണോ വോട്ടിംഗ് ശതമാനം ഉയരാൻ കാരണം? ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവയുടെ മറുപടി ഇങ്ങനെ: പോളിംഗ് ശതമാനം കൂടിയത് വളരെ നല്ലതല്ലേ. അതായത് അത് നമ്മുടെ പൗരബോധം, ജനാധിപത്യത്തിലുള്ള വിശ്വാസം അറിയിക്കുന്നതാണ് ഏറ്റവും ഉയർന്ന പോളിംഗ്. വോട്ടിംഗ് ശതമാനം കൂടിയതിനകത്ത് എല്ലാ മനുഷ്യരും വരും. അങ്ങനെ കക്ഷി തിരിച്ചോ ഭാഗം തിരിച്ചോ ലിംഗം തിരിച്ചോ പറയേണ്ട കാര്യമില്ല. എല്ലാവരും വോട്ടവകാശമുള്ള പൗരന്മാർ. ഏത് മുന്നണിക്കായിരിക്കും കേരളത്തിൽ ഭൂരിപക്ഷം ലഭിക്കുക? അത് അവരാർക്ക് വോട്ട് ചെയ്തോ അവർക്ക് അനുകൂലമാകും. FCRA ബില്ലിൽ എന്താണ് സഭയുടെ അഭിപ്രായം? FCRAയുടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആളുകളുണ്ട്. അവരോട് സത്യസന്ധമായി ഒന്ന് സംസാരിക്കുന്നത് ആവശ്യമാണ്. എന്താണ് നഷ്ടപ്പെട്ടതിൻ്റെ കാരണം? എങ്ങനെയാണ് അതിനൊരു അപ്പീൽ കൊടുക്കുന്നത്? ഈ കാര്യം സംസാരിക്കുമ്പോൾ അറിയാം അവർ അനുഭവിക്കുന്ന ഒരു കെടുതി. അവരെല്ലാം കള്ളത്തരം കാണിച്ച് നഷ്ടപ്പെട്ടു പോയതാണ് എന്ന് പരസ്യമായി വിധി എഴുതാതിരുന്നാൽ മതി. മതമേലധ്യക്ഷന്മാരെ അധിക്ഷേപിക്കുന്ന പരാമർശമല്ലേ PC ജോർജ് തുടർച്ചയായി നടത്തുന്നത്? നന്മ പറയുന്നവരെ മാത്രം പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹം നിലനിൽക്കുന്ന നന്മ കൊണ്ടല്ലേ. എതിരഭിപ്രായമുള്ളവരുണ്ടാകാം, അതുണ്ടെന്ന് വിചാരിച്ചാൽ മതി. അതല്ലേ നല്ലത്. സഭയുടെ ആവശ്യങ്ങൾ ഭരണാധികാരികളെ അറിയിക്കാറുണ്ട്. ഇടനിലക്കാർ വേണ്ട. ഇടനിലക്കാർ എനിക്ക് അറിയത്തില്ല, അങ്ങനെ പരിചയമില്ല. ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഇടനിലക്കാരെന്ന് പറഞ്ഞു? അവരുടെ ലിസ്റ്റ് കാണുകയാണെങ്കിൽ ഞാൻ പറയാം. എൻ്റെ നമുക്ക് അങ്ങനെ ലിസ്റ്റ് കിട്ടിയിട്ടില്ല. സഭയുടെ ആവശ്യങ്ങൾ എപ്പോഴും ഭരണാധികാരികളെ അറിയിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ചെയ്യാറുണ്ട്. ആലോചനാ വിഷയങ്ങൾ വരാറുണ്ട്. അല്ലാതെ ഒരു ഇടനിലക്കാരെ എന്ന് പറഞ്ഞൊരു കൂട്ടരെ നമ്മൾ കണ്ടിട്ടില്ല. FCRAയിൽ നഷ്ടം സംഭവിച്ചവരെ കേന്ദ്ര സർക്കാർ കേൾക്കണം. നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഒരു 1-to-1 ഫേസ് ടു ഫേസ് ചർച്ച ചെയ്യാൻ ഒരു വേദി നിലവിലില്ല. അവരോട് ചോദിക്കുമ്പോൾ അവർ കൃത്യം പറയും എന്താണ് കാരണമെന്ന്. നമുക്ക് നേരിട്ട് സംസാരിക്കാൻ ഒരു വേദിയില്ലല്ലോ. ഈ FCRA നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് എന്താണ് കാരണമെന്ന് ഒരു 1-to-1 ഫേസ് ടു ഫേസ് ചർച്ച ചെയ്യാൻ നമുക്ക് ഒരു അവസരവും വേദിയുമില്ല. പുതുതായി പണിതീർത്ത പത്തനംതിട്ട വകയാർ സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദൈവാലയം കുദാശ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.